ഭർത്താക്കന്മാരൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ചില ബുദ്ധികളൊക്കെ പ്രയോഗിക്കുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളത് കാണാൻ സാധിച്ചൊരു ദിവസമായിരുന്നു അന്നത്തേത്. 2 ദിവസമായിട്ട് പിണക്കത്തിലായിരുന്ന എന്റെ ചേച്ചിക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് ഈ കാണുന്നത്. അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞ് അവളെ വിളിച്ചിറങ്ങി. ആദ്യം പോയത് മലയാളപ്പുഴ അമ്പലത്തിലും പിന്നീട് പോയത് ഓച്ചിറ അമ്പലത്തിലുമായിരുന്നു. എന്നാൽ ഓച്ചിറ അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്ക് എന്റെ ചങ്ക് പടപടാന്ന് പിടിക്കാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങു നോക്കിയാലും കട, എവിടെ നോക്കിയാലും കളിപ്പാട്ടം. സുന്ദരിയുടെ കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാനൊന്ന് പായുന്നു. പക്ഷേ പ്രതീക്ഷിച്ച പോലെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായി. അന്നാണ് അവിടെ വെച്ച് ഈ കലാകാരനെ വീണ്ടും കാണുന്നതും ഇദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കുന്നതും ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും. അദ്ദേഹത്തിന്റെ പാട്ടുമൊക്കെ കേട്ട് കുറച്ചു സമയം ഓച്ചിറ അമ്പലത്തിന്റെ ചുറ്റുപാടുമൊക്കെ നടന്നു കണ്ട ശേഷം അന്നദാനവും കഴിച്ച് നേരെ പോയത് അഴീക്കൽ ബീച്ചിലേക്കാണ്. ബീച്ചിലേക്ക് ചെന്നപ്പോഴേക്ക് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് ബൺമസ്കയും ഡ്രീം കേക്കും ഒക്കെ വിൽക്കുന്ന കുറച്ച് ചേച്ചിമാരെയായിരുന്നു. അവിടെ നിന്നും ബൺമസ്കയൊക്കെ കഴിച്ച ശേഷം നേരെ കടലിലേക്ക് നീണ്ടു കിടക്കുന്ന ആ പാലത്തിലേക്ക് പോയി. ഇനി സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ അന്ന് അവളുടെ ബർത്ത്ഡേ ആയിരുന്നതുകൊണ്ട് അവള് വിചാരിക്കാത്ത രീതിയിൽ ഒരു കേക്ക് കട്ടിങ്ങാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അവളെ സംബന്ധിച്ച് കടൽ കാണുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ടാണ് യാത്ര ഞങ്ങൾ അങ്ങോട്ടേക്കാകാമെന്ന് വെച്ചത്. ഇനി എന്റെ കാര്യം പറയുവാണെങ്കിൽ എത്ര വലിയ കടൽ അവിടെ കിടന്നാലും എന്റെ ശ്രദ്ധ മൊത്തം ഫുഡിലായിരിക്കും. ആ കടലിൽ കിടന്ന് കുത്തി മറിയുന്ന സാധനമാണ് ചേച്ചിയുടെ മൂത്ത സന്താനം. അവനും കൂടെ ചേർന്നാണ് ഇങ്ങനെ ഒരു ബർത്ത്ഡേ സർപ്രൈസ് ഇട്ടിരിക്കുന്നത്. എന്റെ ശ്രദ്ധ എവിടെ ചെന്നാലും ഫുഡിലേക്കാണെന്ന് പറയുന്ന പോലെ സുന്ദരിയുടെ ശ്രദ്ധ എവിടെ ചെന്നാലും കളിപ്പാട്ടത്തിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ ഒരു കാറ്റാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഒരു പട്ടവും കയ്യിലുണ്ടായിരുന്നു. ആരും കൊടുത്തതാണോ എന്തോ. ബീച്ചിൽ ഇറങ്ങാനായിട്ട് ആദ്യം പുള്ളിക്കാരി ഒന്ന് മടിച്ചു നിന്നെങ്കിലും പിന്നീട് അവന്റെ ചാട്ടവും മറിച്ചിലും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് അവക്കും ഇറങ്ങണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ അവളും ഇറങ്ങി, ഒപ്പം ഞാനും ഇറങ്ങി. അങ്ങനെ ബീച്ചിൽ നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. ബീച്ചിലെ കളിയെല്ലാം കഴിഞ്ഞ് കയറിയപ്പോഴത്തേക്ക് സന്ധ്യ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടിയെടുത്ത് നേരെ പോകുന്ന വഴിക്കാണ് റെയിൽവേ ക്രോസിങ്ങിന്റെ അവിടെ ബ്ലോക്ക് കണ്ടത്. അപ്പോഴേ മനസ്സിലായി ട്രെയിൻ പോകാനുണ്ടെന്ന്. ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ 2 ഉണ്ടായിരുന്നു. എന്തായാലും ആ സമയം കൊണ്ട് തൊട്ടടുത്തുള്ള കേക്ക് ഷോപ്പ് കണ്ടുപിടിച്ച് ഞാനൊരു കേക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. റെയിൽവേ ക്രോസിങ്ങിന് അവിടെ നിന്ന് മാറി തൊട്ടപ്പുറത്തെ സിറ്റിയിലായിരുന്നു കേക്കിന്റെ ഷോപ്പ് ഉണ്ടായിരുന്നത്. സിറ്റി എത്തിയപ്പോഴേക്ക് എനിക്ക് ചെരുപ്പ് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ചേട്ടനെയും കൂട്ടി ഞാൻ നേരെ ഷോപ്പിലേക്ക് ചെന്നു. ചെരുപ്പ് വാങ്ങിക്കാനാണെന്ന് പറഞ്ഞ് ഇറങ്ങിയത് കൊണ്ട് തന്നെ അവിടെ ചെല്ലുമ്പോൾ ചെരുപ്പ് കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി എൻ്റെ അടുത്ത് വരുമെന്നുള്ളത് 100% എനിക്ക് ഉറപ്പായിരുന്നു. പലതും പറഞ്ഞ് എൻ്റെ അടുത്ത് കൂടിയെങ്കിലും ഞാൻ നൈസായിട്ട് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറ്റി വിട്ടു. അങ്ങനെ കാണിച്ചു കൊടുക്കാനാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോകുമല്ലോ. കേക്ക് വാങ്ങിച്ചു കഴിഞ്ഞ ശേഷം പിന്നീട് അങ്ങോട്ടുള്ള ഞങ്ങളുടെ ടെൻഷൻ അത്രയും എവിടെ വെച്ച് കേക്ക് മുറിക്കും എന്നുള്ള കാര്യത്തെ ഓർത്തിട്ടായിരുന്നു. ആ ഒരു കാര്യത്തിൽ മാത്രം യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് ഞങ്ങൾ 3 പേരും ആ വണ്ടിയിലിരുന്നത്. അങ്ങനെ പറ്റിയൊരു സ്ഥലം തപ്പി മുന്നോട്ട് പോകുമ്പോഴാണ് വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം കാണുന്നതും അവിടെ നിറയെ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളതും മനസ്സിലാക്കുന്നതും. അപ്പൊ നേരെ വണ്ടി അങ്ങോട്ടേക്ക് വിട്ട് അവിടെ വെച്ച് തന്നെ മുറിക്കാമെന്ന് ഞങ്ങൾ വെച്ചു. അങ്ങനെ ആ കേക്ക് കട്ടിങ്ങിലൂടെ അവരുടെ പിണക്കം തീർന്നു.